അങ്ങനെയല്ല ഇപ്പൊ ചിലർ സിയം വലിയുള്ളവനോട് വല്ലാത്തൊരു ബഹുമാനം, ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിന്റെ അപ്പുറമുള്ള ബഹുമാനം. ഇങ്ങനെ അതാ സിയം വലിയുള്ള പടച്ചോനാൻ തന്നെ കാട്ടുപടി വന്നു. ആ ജാതി സിയാക്കളും എന്തിനാണ് അയ്യൂർ മോഹനെ ഇല്ലാത്ത ബഹുമാനം പറഞ്ഞ് പഠിച്ചു പോയതാണ്. സുബ്ഹാനല്ലാഹ്. مبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي طلع بدر علينا من ثنيات وجب الشكر علينا ما دعا لله داعي. അഴിയൂർ സംഘടിപ്പിക്കുന്ന ഇക്കത 2025 മതപ്രഭാഷണ ബുർദ മജ്‌ലിസും സമാപന ദിവസമായ ഇന്ന് സമാപന പ്രഭാഷണം നടത്താൻ വേണ്ടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അജയ്യ നേതൃത്വം സമസ്ത കേരള ജമാഅത്തുൽ ഉലമ സെക്രട്ടറി ബഹുമാന്യരായ പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവர்கள் ഇഖ്താം 2025 വേദിയിലേക്ക് സാദര പുരസ്കാരം ക്ഷണിക്കുന്നു. ഇപ്പോൾ പെട്ടിവൈദ്യന്മാരുള്ള വിവരം ഇല്ലാത്തവർ മരുന്ന് കൊടുക്കാൻ ഇറങ്ങാണ്. അങ്ങനെ വരുമ്പോ അവർ ഫാത്തിഹ ഓതിയിട്ടതിന് അത് ഇറക്കുന്നു ഫാത്തിഹ എന്ന് പറയുമ്പോ അവർ ഇറങ്ങിപ്പോകും. അവർ ഇറക്കാൻ നിൽക്കൂല, ഫാത്തിഹ ഓതാൻ നിൽക്കൂല. ഒരാൾ മറ്റുള്ളവർ ആമീൻ പറയുമ്പോ അവർ കൈ ഉയർത്തൂല. വല്ലാത്തൊരു വാശിയാണ്, ഉയർത്തൂല. അത് അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു അവർക്കൊക്കെ അറിവ് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളവരെ ചീത്ത പറയരുത്, നമ്മളവരെ തെറി വിളിക്കരുത്. അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവില്ലാത്തവർക്ക് രോഗം വന്നാൽ, അതെ, ഒരാൾക്ക് രോഗം വന്നാൽ ഡോക്ടർമാർ ആ രോഗിയെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ, കല്ലെറിയാൻ പാടുണ്ടോ? ഇല്ല. ഡോക്ടർമാരവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. അവർക്ക് എന്ന രോഗമാണെന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുക്കുമ്പോൾ നല്ല സൗമ്യമായിട്ട് കൊടുക്കണം. ചിലപ്പോ സൂചി വെക്കേണ്ടി വരും. ആ സൂചി വെക്കുമ്പോ എടാ ഈ സൂചി കൊണ്ട് ഞാൻ ഒരൊറ്റ കുത്തു എന്നല്ല പറയേണ്ടി വരും. മറിച്ച് ചെറിയ സൂചി വെക്കണമല്ലോ എന്ന് പറഞ്ഞ് നല്ല സൗമ്യമായിട്ടാണ് സൂചി വെക്കേണ്ടത്. എന്നാലും സൂചി വെക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ പരുത്തി മുക്കിയിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുത്ത് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഡോക്ടർക്ക് എന്നോടൊന്നും വെറുപ്പിൽ നിന്ന് തോന്നാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരെങ്കിലും ഒരാൾ പിഴച്ചുപോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പിഴവായ വിശ്വാസത്തിൽ നിന്ന് കേൾക്കുമ്പോ അവർ മോശക്കാരാണ് എന്ന് വിരിക്കുന്നതിന് പകരം അത് അറിവില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് നല്ല അറിവ് പറഞ്ഞു കൊടുത്ത് അവരെ നന്നാക്കിയെടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. പണ്ട് ഞാൻ വാഴക്കാട് നിന്ന് ഗണ്ണന പ്രസംഗം നടത്തുമ്പോ എന്റെ അപ്പുറത്തുള്ള ഒരു മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിലുള്ളതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കണ്ടാൽ പിന്നെ നമ്മൾ തുണി കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ലാലോ. കാരണം ഉള്ളിലുള്ളതെല്ലാം മുമ്പ് ഇങ്ങനെ കാണൂലേ. ഒരു മൗലവി ചോദിച്ചതാ, അല്ലാഹു തആല അത്തരത്തിലുള്ളവരെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ നോക്ക്, അയാളെ മനസ്സ് പോയത് എങ്ങോട്ടാണ്? വൃത്തികെട്ട ഭാഗത്തേക്കാണ് അയാളെ മനസ്സ് പോയത്. കാരണം അയാൾ ഈമാനും തഖ്വയുമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ മഹാന്മാരോടുള്ള വെറുപ്പാണ്. അതുകൊണ്ട് വൃത്തികെട്ടതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത്. ഓ സുഹൃത്തുക്കളെ, ഒരിക്കലും മഹാന്മാര് വൃത്തികെട്ട സ്ഥലത്തിലേക്ക് നോക്കൂല. അവര് വൃത്തികെട്ടത് കാണൂല. അവർ ചികിത്സ ആവശ്യമുള്ള കാഴ്ചയാണ്. മനുഷ്യന്റെ മനസ്സവർക്ക് കാണണം. ഇവന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ ഉപദേശം കൊണ്ടത് റെഡിയാക്കണം.
ഈ ശരിയായ ഒറിജിനൽ ഔലിയാക്കൾക്ക് അവരെ കറാമത്ത് വേറൊരുത്തർ അറിയുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അല്ലെ പ്രത്യേക ഒരു ആവശ്യം വേണം. ആവശ്യമില്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു കറാമത്തിൽ നിന്ന് ആരും അറിയുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അതേ സമയത്ത് ഇപ്പൊ ഉണ്ട് കുറെ ഔലിയാക്ക വായിക്കുന്നവര് എന്ന് പറഞ്ഞാൽ കുറെ ഏജൻസികളെ തയ്യാറാക്കിയിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ കറാമത്ത് പ്രചരണം നടത്തുന്ന കുറെ വ്യാജന്മാരുണ്ട്. അവർക്ക് പണി എന്താ? കറാമത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ കറാമത്ത് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ്. അത് എവിടെയാ പ്രചരിപ്പിക്കുക? ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദ്ധരണി ഇന്ന് ഞാൻ പാനൂർ മൂസ മുസ്ലിയാരെ ആണ്ടിന് ഉച്ചക്ക് പ്രസംഗിക്കുമ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. കിതാബ് എന്റെ യൂട്യൂബിലുണ്ടാവും, വേണമെങ്കിൽ കേട്ടോളൂ. അതിലെന്താന്ന് പറഞ്ഞത്, ഈ കറാമത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏജൻസികളെ നിശ്ചയിക്കുന്ന കുറെ വ്യാജന്മാരുണ്ട്. ആരെ? ഇമാം ഷഹറാനി നിങ്ങൾ പറയണം. അവരാരെ മുമ്പിലാ പ്രചരിപ്പിക്കുക? സാധുക്കളെ മുമ്പിൽ പ്രചരിപ്പിക്കില്ല, പിന്നെ പണക്കാരെ മുമ്പിലാ പ്രചരിപ്പിക്കുക. കാരണം കറാമത്തുണ്ട് ഇങ്ങനെ ഷെയ്ഖിന് വലിയ കറാമത്തുണ്ട് എന്ന് പറഞ്ഞാലല്ലേ ഷെയ്ഖിന്റെ അടുത്ത് പണക്കാർ വരുള്ളൂ, അപ്പോഴല്ലേ പണം കിട്ടുള്ളൂ. പണം കിട്ടിയാലല്ലേ നമുക്ക് ബിരിയാണി കിട്ടുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ഏജൻസികളുണ്ട് എന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു പറയുന്നുണ്ട്. ഓ സഹോദരന്മാര്, അത്തരത്തിലുള്ളവരല്ല അള്ളാഹുവിന്റെ ഒറിജിനൽ ഔലിയാക്കൾ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് എന്താ കുഴപ്പം? കുഴപ്പം ഈമാനിനാണ് കുഴപ്പം. ഈമാനിന്റെ കുഴപ്പം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് വിശ്വസിക്കുന്നു. വെറുതെ പറയാണോ? അല്ല. 2010 ജൂലൈയിലെ അൽമനാർ എടുത്തു നോക്ക് നിങ്ങൾ. അതിലത് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയങ്ങളിലും പ്രവർത്തനങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് പച്ചയായി എഴുതി വെച്ചതായി കാണാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പിഴച്ചുപോയി എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈമാൻ ഉണ്ടാവില്ല. ഈമാനില്ലാതെ വിജയം കിട്ടൂല. ഈമാനാണ് ഏറ്റവും വലുത്. ഇനി അടുത്ത് ഹസനുൽ ബസ്രി തങ്ങളുടെ സിയാറത്തിന് പോയപ്പോ അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട പള്ളിയിലും പോയിട്ടുണ്ട്. അവിടെ പോയാൽ നമുക്ക് ഒരുപാട് സംഗതികൾ കാണാൻ കഴിയും. അതൊക്കെ ഇപ്പൊ ശിയാക്കളെ കയ്യിലാണ്. എന്ത് ചെയ്യാനാ? അതും ഒരു പുത്തൻവാദികൾ തന്നെയാണ്. അവർ അലി ഇബ്നു അബീ താലിബിനെ അലി റളിയല്ലാഹു അൻഹു സ്നേഹിക്കാത്ത നിലക്കുള്ള ബഹുമാനിച്ചു. അങ്ങനെയല്ല ഇപ്പൊ ചിലർ സിയം വലിയുള്ളതിനോട് വല്ലാത്തൊരു ബഹുമാനം. ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിന്റെ അപ്പുറമുള്ള ബഹുമാനം. അങ്ങനെ അതാ സിയം വലിയുള്ള പടച്ചവനാന്ന് തന്നെ പാട്ടുപാടിയുണ്ട്. ആ ജാതിയും ഐസിയാക്കളും അങ്ങനെ തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു ഇല്ലാത്ത ബഹുമാനം പറഞ്ഞ് പിഴച്ചു പോയതാണ്. സുബ്ഹാനല്ലാഹ്. അവരെ കയ്യിലാണ് പള്ളിയൊക്കെ. ഏതായിരുന്നാലും ശരി, ഞാനിങ്ങനെ പോകുമ്പോ കാറിലിങ്ങനെ പോവാണ്. അപ്പൊ ഒരു സ്ഥലത്തെത്തിയപ്പോ സുബിയായി. അപ്പൊ അവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരിശോധനയുടെ പരിശോധനയാണ്. ഒട്ടാകെ പരിശോധന. എത്ര സ്ഥലത്താണ് പരിശോധിച്ച പഠിച്ചോനെ. അപ്പൊ ഒരു സ്ഥലത്തെത്തി സുബിയായി. ഇപ്പൊ സുബിക്കല്ലേ അപ്പൊ പരിശോധിക്കുന്ന പോലീസുകാരോട് പറയുമ്പോൾ സുബിക്കാൻ സൗകര്യം ഉണ്ടാവും. അപ്പൊ സൗകര്യം അങ്ങനെ ഒരു മുന്നൂർക്കാണ് സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ വലിയ പോലീസിന്റെ ഉദ്യോഗസ്ഥന്റെ റൂമിൽ ഇങ്ങനെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു. അങ്ങനെ ഞാൻ കല്ല് എന്നിട്ട് ഈ സിയാക്കൊക്കെ സുജൂദ് ചെയ്യണം. ഒരു കല്ല് വെച്ച് സൂക്ഷിക്കണം. ഇത് സിയായ ആള് ഒരു കല്ലുകൊടുത്ത് ഞാൻ പിന്നെ അതവിടെ ചെയ്യുന്നത്. ഞാൻ സാധാരണ നിസ്കരിച്ചിട്ട് പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ സിയാക്കൾ അവരെ കയ്യിലാണ് പലതും. ഇറാനിലൊക്കെ അവരുടെ കയ്യിലാണ് ഭരണം. എന്തായിരുന്നാലും ശരി, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. പുത്തൻവാദീന്റെ പള്ളിയിൽ നിങ്ങളാരും കയറലുണ്ടാവില്ല, കയറാൻ പാടില്ല. മൂത്രമൊഴിക്കാൻ വരെ കയറാൻ പാടില്ല. പള്ളിന്റെ തൊട്ടടുത്തുള്ള മൂത്രപ്പുരയിൽ വരെ കയറാൻ പാടില്ല. അതിന്റെ ദിവസം മൂത്രപ്പുരയിൽ കയറുന്നതിന് അവിടെ കയറിയിട്ട് മൂത്രമൊഴിച്ചിറങ്ങുമ്പോ ആൾക്കാരെന്താ വിചാരിക്കുക? ആൾക്കാർ വിചാരിക്കുക ഇവനൊരു സുന്നിയെല്ലാം ചെയ്യണം. അപ്പൊ നമ്മളെ പറ്റി തെറ്റിദ്ധാരണ കാരണമില്ലേ? അവിടെ മൂത്രപ്പുരയിൽ വരെ കയറാൻ പാടില്ല. ഞാൻ മെഞ്ഞാന്ന് കുട്ടികളോട് പറഞ്ഞു 500 റുപ്യന്റെ ചില്ലറ വാങ്ങാൻ വേണ്ടി കള്ള് ഷാപ്പിൽ കയറാൻ പാടില്ല. ചില്ലറ ആരോട് വാങ്ങിയാലല്ല, പക്ഷെ കള്ള് ഷാപ്പിൽ കയറി ചില്ലറ വാങ്ങാൻ പാടില്ല. അപ്പൊ എന്താക്കും? ഇയാൾ കണ്ടുകൂടി കണ്ടിരിക്കും ആൾക്കാർ. അപ്പൊ അത് കയറാൻ പാടില്ല അല്ലേ? അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയല്ലാത്ത പള്ളിയിലും ആലെടുത്ത് വെക്കാൻ പാടില്ല. മൂത്രപ്പുരയിൽ വരെ കയറാൻ പാടില്ല. കയറിയാൽ ആളുകൾ വിചാരിക്കും ഇവൻ സുന്നിയല്ല. അപ്പൊ പിന്നെ നമ്മൾ സലാം പറയുമ്പോൾ അവന് നടക്കാൻ മടിയായി, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന് തുടരാൻ മടിയായി. അപ്പൊ അങ്ങനെയാൻ പാടില്ല. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിൽ കയറുക. നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ കുട്ടികളെ പറഞ്ഞേക്കുക. അള്ളാഹുവിന്റെ റസൂൽ പേച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേച്ചിട്ട് കുട്ടികളെ ഇമാം പോയി പഠിച്ചവന്റെ കോടതിയിൽ നമ്മളെന്താ പറയാ? സുബ്ഹാനല്ലാഹ്.
നമ്മൾ അള്ളാഹിനോട് എന്താ പറയാ? നമുക്ക് കുട്ടിയിൽ തന്നെ അല്ലല്ലേ? ആ അള്ളാഹിനോട് നമ്മളെന്താ പറയാ? നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയണ്ടേ? നമ്മുടെ മക്കളുടെ കാര്യത്തിൽ മറുപടി പറയണ്ടേ? അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിലല്ലാതെ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിലല്ലാതെ ഒരു കുട്ടീനെയും ചേർക്കാൻ പാടില്ല. അതേപോലെ വേണ്ട. അതേപോലെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട പുതിയാപ്പിളെടുക്കണം. കാണുന്നവനെ പുതിയാപ്പിള പണം കണ്ടിട്ട് പുതിയാപ്പിളയാക്കാൻ നിൽക്കരുത്. പണത്തിൽ നിന്നാണ് ഇവിടെ കാര്യം. പണം കണ്ടിട്ടാണെങ്കിൽ അദാനിയുടെ മോനെടുത്തൂടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മക്കളെടുത്തൂടെ? ഓ, ഈമാനല്ലേ വിഷയം, ഈമാനല്ലേ വിഷയം. കുറെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി ജനിച്ച്, കുട്ടി ജനിച്ച് ഉപ്പാപ്പ മരിച്ച്, പാപ്പ മരിച്ചിട്ട് എല്ലാരും പോയിട്ട് യാസീൻ ഓന്നുമ്പോ യാസീൻ ഓന്നണ്ട, യാസീൻ നോക്കിയാൽ നല്ലത് കിടക്കും. പുതിയ മതാണ് യാസീൻ നോക്കിയാൽ നല്ലത് കിടക്കും. പാട്ട് പാടിയാൽ ഒരു കുഴപ്പമില്ല, പാട്ട് പാടിയാൽ ഒരു കുഴപ്പമില്ല. അത് ഹാർമോണിയം വെച്ചിട്ട് പാടിയാലും കുഴപ്പമില്ല, ഇനി വേറെ എന്തെങ്കിലും വെച്ച് പാടിയാലും കുഴപ്പമില്ല. പാട്ട് പാടിയാൽ കുഴപ്പമില്ല, യാസീൻ നോക്കിയാൽ ഭയങ്കര കുഴപ്പമാണ്. മയ്യിത്തുണ്ടോന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ ഭയങ്കര കുഴപ്പം. വർത്താനം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ സ്വന്തം ബാപ്പ, ആ ബാപ്പയെ സംബന്ധിച്ച് മോൻ പറയാണ്, മോളെ മോൻ പറയാണ്, അല്ലെ മോന്റെ മോൻ പറയാണ്, ഉപ്പ മുശിരിക്കാണ്, അബൂജഹലാണ്. ഉപ്പ അബൂജഹലിനെ പോലത്തെ മുശിരിക്കാണ്, അയാൾക്ക് നരകത്തിലാണ്. ഇത് പറയുന്ന ഒരു പേരക്കുട്ടീനെ കിട്ടി എന്താണോ കാര്യം? അതേ സമയത്ത് പണം നോക്കണ്ട, ഈമാന് നോക്കണം. ഒരു പുതിയാപ്പിളെടുക്കുമ്പോ സുന്നിയായ പുതിയാപ്പിളെടുത്ത് കല്യാണം കഴിപ്പിക്കണം. പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ നോക്കണം, ആൺകുട്ടീനെ കൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ നോക്കണം. ആ ആൺകുട്ടി കുറെ ദിവസം അവിടെ പോയി അമ്മോശം പുതിയതാ, കുറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നുണ്ടാവും അവന്റെയും കൈ മേലോട്ട്. സാധാരണ എല്ലാവരും കൈകെട്ടുണ്ടല്ലോ അല്ലാഹു അക്ബർ. അതേ 4 മദ്ഹബിലുണ്ടല്ലോ, പൊക്കിളിന്റെ മേലെ നെല്ലിന്റെ ചോടെ, അത് ശാഫീ മദ്ഹബ്. വേറൊരു മദ്ഹബ് പൊക്കിളിന്റെയും ചോടെ, വേറൊരു മദ്ഹബ് താഴ്ത്തിയിടല്. അതേ സമയത്ത് ഇപ്പൊ ഒരു പുതിയ കൈകെട്ടുണ്ട് അല്ലാഹു അക്ബർ. ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച മാതിരി അതാ കഥറ, അപകടം, അപായം, തുടർന്ന് സ്കരിക്കാൻ പറ്റൂല എന്നറിയിക്കുന്ന കൈകെട്ട്. ആ കൈകെട്ടുന്നതിലേക്ക് പോകരുത്. നമ്മൾ ഉറച്ച സുന്നിയായിരിക്കണം. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യുമെന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, മുഅ്മിനീങ്ങളെ. ഞാനൊരു ദിവസം സിറാജുൽ ഹുദ ഉണ്ടാക്കി തുടങ്ങുന്ന കാലത്ത് അവിടെ ഞാൻ ചെല്ലുമ്പോ കുറ്റ്യാടിയിൽ 11 മൈലിൽ സുന്നത്ത് ജമാഅത്തിന് പള്ളിയില്ല, മദ്രസയില്ല. എന്തേ ഇല്ലാണ്ടായി പോയത്? പഴയ കാലത്ത് മുസ്ലിമീങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, വലിയ മഹാന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും എത്രയോ ജീവിച്ച നാടാണ് കുറ്റ്യാടി. അവര് വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങള് പള്ളിക്ക് വേണ്ടി, മൈതാനിക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. അവരുള്ള ബഹുമാനാദരവുകാരം ആളുകൾ സ്ഥലം കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ദീനിന്റെ സ്ഥലങ്ങളായി വഖഫ് സ്വത്തായി സംരക്ഷിച്ചു വരുമ്പോൾ ആ മഹാന്മാര് വഫാത്തായപ്പോ അവർക്ക് സ്ഥലം കൊടുത്തവര് അവർക്ക് കിടക്കാനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അവരെ മഖ്ബറയുണ്ട് അവിടെ. ആ മഖ്ബറ 945 ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കൂടിയിട്ട് അടിച്ചങ്ങ് പൊട്ടിച്ചു തകർത്തു. ആരാണ് ഈ പള്ളി മൈതാനി സമ്പാദിച്ചതെന്നോ ഈ പള്ളി നിർമ്മിച്ചതെന്നോ നോക്കാതെ അവരെ മഖ്ബറ അടിച്ചു തകർത്ത്. അതാണ് വലിയ കർസേവ, അതാണ് വലിയ ദീനീ പ്രവർത്തനമായി കണ്ടത്. ഇരിക്കട്ടെ. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി, ഖുതുബോദാൻ വേണ്ടി വന്ന നേരത്തെ കുഞ്ഞുള്ള മുസ്ലിയാര് അദ്ദേഹം പടിഞ്ഞാറേ ചെരുവിൽ ഖുതുബോദാൻ കാത്തിക്കുകയാണ്. മൊയ്‌ലീൻ മുസ്ലിയാര് അതാ മൂലയിൽ വെച്ച പാലെടുത്ത് കയ്യിൽ പിടിച്ച് മഅശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ് എന്ന് പറയുമ്പോ ഒരു തീവ്രവാദിയായ ജമാഅത്തുകാരൻ അതാ വന്നിട്ട് മുസ്ലിയാരോട് അതാ പറയും, നിർത്തടാ മഅശറ, കൊടുക്കടാ ബാങ്ക്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി ബാങ്ക് കൊടുപ്പിച്ചു. എന്നിട്ട് പള്ളി പിടിച്ചെടുത്തിട്ട് മലയാളത്തിൽ ഖുതുബോദി ജുമാബാത്തിലാക്കി. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ്? ബുഖാരിയിലെ ഹദീസല്ലേ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണേ. ഇമാം നബവി റളിയല്ലാഹു അൻഹു 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയാണ് ഈ ഹദീസ്. ഉദ്ധരിച്ചിട്ട് പറയാണ്, കാന യഖ്തുബു ബിൽ അറബിയ്യ. നബിതങ്ങൾ അറബിയിൽ മാത്രം ഖുതുബോദി, അറബിയിൽ മാത്രമാണ് ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂൽ നിസ്കരിച്ച ജുമാ ആകണമെങ്കിൽ അറബിയിൽ മാത്രം
ഖുതുബോധി അറബിയിൽ മാത്രം ജുമാ നിസ്കരിക്കണം. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിനൊരു ഭാഷ, ഖുതുബത്തിന് വേറൊരു ഭാഷ. അങ്ങനെ റസൂലുള്ളാഹിന്റെ ചര്യയിലില്ല. അലൈക്കും ബിസുന്നതി, എന്റെ ചര്യ മുറുകെ പിടിക്കണേ. അത് മാറ്റിയിട്ട് മലയാളത്തിലുള്ള ഖുതുബയും അറബിയിലുള്ള നിസ്കാരവും അത് റസൂലുള്ളാഹിന്റെ ചര്യയല്ല. മൻ റഗബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ ചര്യ പിടിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ ചര്യ പറിച്ചു മാറ്റി കുറ്റിയാടി അതാ മലയാളത്തിൽ ഖുതുബ തുടങ്ങി. ഇത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കുറ്റ്യാടിയിലെ കൊല്ലങ്ങളോളം താതിയായി അവരവരോധിച്ച കെ മൊയ്തു മൗലവി കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതാണ് ഞാൻ പറഞ്ഞത്. ആർക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി പിടിച്ചെടുത്ത കോലമാണ് ഈ പറഞ്ഞത്. അങ്ങനെ 11 മഹല്ലിൽ ഒരൊറ്റ പള്ളിയില്ലാതെ ഒരു മദ്രസ ഇല്ലാതെ മുഴുവനും പിടിച്ചെടുത്തു ജമാഅത്തുകാരും മുജാഹിദുകളും. എന്റെ കാരണം അന്ന് നമുക്ക് SSF ഇല്ല, SYS ഇല്ല, മുസ്ലിം ജമാഅത്തില്ല. അതുകൊണ്ട് എന്താ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ അന്ന് ചെറുപ്പക്കാരില്ല, സംഘടനയില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇതിന്റെ തൊട്ടടുത്ത് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ ഖുതുബി തങ്ങൾ ഓതിപ്പടിച്ച സ്ഥലമാണ് വാഴക്കാട്. ആ വാഴക്കാട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഓതിപ്പടിച്ച ആളാണ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അവരെ ഉസ്താദാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ. അവിടുത്തെ മറ്റൊരു ശിഷ്യനാണ് KM മൗലവി, മുജാഹിദിന്റെ നേതാവ്. പക്ഷേ ഉസ്താദ് പിഴച്ചുപോയി എന്ന വാദക്കാരനാണ് KM മൗലവി. ഉസ്താദ് പിഴച്ചിട്ടില്ല എന്ന ആശയക്കാരനാണ് ഖുതുബി തങ്ങൾ. ഇരിക്കട്ടെ, ആ സ്ഥാപനത്തിൽ ശേഷം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ദർസ് നടത്തി. അവിടെ പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ട മർഹൂം അതേ കണ്യത്തുസ്താദ്. ആ കണ്യത്തുസ്താദ് ശേഷം അവിടെ ദർസ് നടത്തി. ആ കണ്യത്തുസ്താദിന്റെ അടുത്ത് ഓതിപ്പടിച്ച ആളാണ് താജുൽ ഉലമാ അബ്ദുറഹ്മാനുൽ ബുഖാരി. പക്ഷേ നിങ്ങളും ഇപ്പൊ വാഴക്കാട്ട് ചെന്ന് നോക്കുവോ, ഈ മഹാന്മാരൊക്കെ കാസെടുത്ത സ്ഥാപനം ഇപ്പൊ ആരുടെ കയ്യിലാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ്, മുജാഹിദിന്റെ കയ്യിലാണ്. എങ്ങനെ നഷ്ടപ്പെട്ടു? അങ്ങനെ നമുക്ക് SSF ഇല്ല, SYS ഇല്ല, മുസ്ലിം ജമാഅത്തില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഖബർ ഞാൻ ഈ അടുത്ത ഇറാഖിൽ പോയപ്പോൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ അതാ മാല ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പീറുന്നവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തവർ. ആ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് ജീവിച്ച നാടാണ് കോഴിക്കോട്. 500 കിതാബ് എഴുതിയ ആളാണ്. മുഹീദ്ദീൻ മാല ഉണ്ടാക്കിയ ഖാദി റഹിമഹുല്ലാഹ്. ആ മഹാന്റെ നാട്ടില് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി പാളയം ബസ് സ്റ്റാൻഡിന്റെ അടുക്കല്. ഇപ്പോൾ അത് മുഹീദ്ദീൻ ശൈഖിന്റെ ആശയത്തിലാണോ? അല്ല. മുഹീദ്ദീൻ ശൈഖ് കാഫിറാണെന്ന് പറയുന്ന മുജാഹിദിന്റെ കയ്യിലാണ് ആ പള്ളി. അതിന്റെ അപ്പുറത്ത് അബുൽ ഹസൻ ശാദിലി തങ്ങളുടെ പേരിൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ശാദിലി ഖതീബ് ചൊല്ലാമോ? അത് മുജാഹിദിന്റെ കയ്യിലാണ്. അവിടെ പോലീസുകാർ വന്ന് അതാ സുന്നികളെ തല അടിച്ച് പൊട്ടിച്ചതാണ്.
അതിന്റെ ഇപ്പുറത്ത് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാനും പള്ളി ഉണ്ടാക്കി. എ ക്ലാസ് സുന്നിയായ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിർമ്മിച്ച പള്ളി, ആ പട്ടാള പള്ളി, ആ പള്ളിയിൽ ടിപ്പു സുൽത്താന്റെ കാലത്തുണ്ടായ അറബി ഖുത്ബയാണോ, ഉമർ ഇബ്നു ഖത്താബ് നടത്തിയതുപോലെ 20 റക്അത്ത് തറാവീഹാണോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ 2 ബാങ്കാണോ, നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ അറബിയിലുള്ള ഖുത്ബയാണോ? അല്ല. എന്താ കാരണം? നമ്മുടെ സംഘടന ഇല്ലാത്ത കാലത്ത് അത് മുഴുവനും ഈ പുത്തൻവാദികൾ പിടിച്ച് കൈയടക്കി വെച്ചു. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇപ്പൊ കുറച്ച് വ്യാജ തരീക്കത്തുകാരുണ്ട്. അവർക്ക് പണം വിഴുങ്ങണം, ജനങ്ങളെ ചൂഷണം ചെയ്യണം. ആ ആളുകള് സുബ്ഹാനല്ലാഹ് CM വഴിയുള്ള പടച്ചോനാണ് പാട്ട് പാടുമ്പോ സുന്നി പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്യുമ്പോ അവര് സാധുക്കളായ സുന്നികളോട് പറയാണ്, സംഘടന കൊണ്ടെന്താ കാര്യം? എന്തിനാ സംഘടന? നമുക്ക് മുസ്ലിമായി സുന്നിയായി മരിച്ചാ പോരെ? ഓ മനുഷ്യ, ഇതെല്ലാം പുത്തൻവാദികളാണ്. ഈ വ്യാജത്തരീക്കത്തുകാരനും പുത്തൻവാദിയാണ്, അതേപോലെ തന്നെ മുജാഹിദും പുത്തൻവാദിയാണ്, ജമാഅത്ത് ഇസ്ലാമിയും പുത്തൻവാദിയാണ്. അതിലൊന്നും പെട്ടുപോകരുത്. ഞാൻ അതാ ഓല സെറ്റ് കെട്ടി പള്ളി നിർമ്മിച്ചു, സിറാജുദ നിർമ്മിച്ചു. പിന്നീട് ഒരു ബാർപ്പിന്റെ പള്ളി ആദ്യമായിട്ട് കുറ്റ്യാടിയിൽ ഉണ്ടാക്കി. പണ്ടുള്ളതെല്ലാം പിടിച്ചെടുത്ത് പോയില്ലേ? അത് ഉണ്ടാക്കാൻ എന്താ കഴിഞ്ഞത്? ഞാൻ SSFിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്, SVSിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ആ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ജുമാ കൂടിയ ദിവസം, ജുമയെ കഴിഞ്ഞ് ഞാൻ അതിന്റെ തൊട്ടടുത്ത് പുരണ്ട്, ആ പുരയിൽ വന്നിരുന്ന്, ഇപ്പൊ പുരയൊന്നുമില്ല, അല്ല പൊളിച്ചു പോയി. ആ പുരയിൽ വന്നിരുന്ന് അപ്പണ്ട് 2-3 ആൾക്കാർ വരുന്നു, വലിയ താടിയൊക്കെയുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാരാണ്? ഓ. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ വന്ന് പള്ളിക്ക്? അത് ഞങ്ങൾ 3 ടീമുണ്ട്. ഞാൻ ചെയ്താ 3 ടീം. ഒരു ടീം ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിൽ പോയിട്ടുണ്ട്, ഒരു ടീം മുജാഹിദിന്റെ പള്ളിയിൽ പോയിട്ടുണ്ട്, ഒരു ടീം സുന്നിന്റെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാം 3 കൂട്ടർ ഒന്നായിട്ട് ആ സ്വർഗത്ത് കടക്കാൻ വെപ്പേറിയാണ്. കാരണം മുജാഹിദിന്റെ ആശയം അനുസരിച്ച് സുന്നികൾ നരകത്തില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം അനുസരിച്ച് മുജാഹിദികൾ നരകത്തില്ല. പിന്നെ സുന്നികളുടെ ആശയം അനുസരിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പുത്തൻവാദിയും നരകത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞ കൊല്ലുഹും പിന്നാർന്നല്ലേ പറഞ്ഞു നരകത്തിൽ. അപ്പൊ നിങ്ങൾ 3 കൂട്ടർ കൂടി ഒന്നിച്ച് സ്വർഗത്ത് കടക്കലുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു. ഇവര് ചോദിച്ചാൽ എന്താ? ഞാൻ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തവർക്ക് നിസ്കാരത്തിന്റെ ഫർള് മുജാഹിദിന് 9, നിസ്കാരത്തിന്റെ ഫർള് അന്ന് 9 അതെടുത്ത് കാണിച്ചു കൊടുത്തു. ഇവർക്ക് ഇതൊന്നും അറിയില്ല, ഇവർക്ക് വെളിയിൽ നടക്കുകയാണ്. അവർക്ക് എന്താ ഇസ്ലാം എന്നും അറിയില്ല, ഒരു സംഗതി അറിയില്ല. ഓ സുഹൃത്തുക്കളെ, അതിലൊന്നും പെട്ടുപോകരുത്. നമ്മൾ കൃത്യമായി നിസ്കരിക്കണം, നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം, നമ്മൾ അതേപോലെ കഴിയുന്നത് ഒന്നുകൂടെ ജീവിക്കാൻ നോക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, ദുഹാസ്കർ കഴിയുമ്പോൾ എല്ലാം ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മൾ ഈ പുതിയ ആശയത്തിലൊന്നും പോകരുത്. നമ്മളെ പണ്ട് കാലത്ത് എന്താണോ നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നത്, ആ വിശ്വാസവും കടന്നുപോയിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ നമുക്ക് സ്വർഗം കിട്ടും. അതാണ് ഖുർആൻ പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വലാ തകൂനൂ കല്ലദീന തഫറഖൂ. ഭിന്നിച്ചവരെ പോലെ നിങ്ങളായി പോകരുത്. ഭിന്നിച്ചവർ മുജാഹിദ് എത്ര ആശയക്കാരായിട്ടാണ് ഭിന്നിച്ചത്. ജമാഅത്ത് ഇസ്ലാമി എന്തെല്ലാം ഭിന്നിച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ കുറ്റിയാടി ചെല്ലുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ വിദ്യാർത്ഥി കണ്ട സിമി, ഇപ്പൊ സിമി ഉണ്ടോ ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ? ഇല്ല, അത് ഭിന്നിച്ചു പോയി. ഇപ്പൊ വേറെ സാധനമാണ്. ഇങ്ങനെ ഭിന്നിച്ച് പോകുന്നവരെ കൂട്ടത്തിൽ പെടരുത്. لا تكونوا كالذين تفرقوا واختلفوا من بعد جاءهم البينات. തെളിവ് കിട്ടിയിട്ടും തെളിവ് സ്വീകരിക്കാതെ പോകുന്ന കക്ഷികളെ കൂടെ നിങ്ങൾ കൂടരുത്. ഉലൈക ലഹും അദാബുൻ അദീം. അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് നബിയേ. യൗമ തബിയദ്ദു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. എപ്പോഴാണ് പടച്ചവന്റെ അടുക്കൽ ആ ശിക്ഷ ലഭിക്കുന്നത്? യൗമ തബിയദ്ദു വജൂഹ്. ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്ത സഹാബി ഇബ്നു അബ്ബാസ് പറയുന്ന യൗമ തബിയദ്ദു വജൂഹ് അഹ്ലി സുന്നത്തി വൽ ജമാഅ. സുന്നികളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം.
പടച്ചവന്റെ കോടതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്നു, പ്രകാശിക്കുന്നു. ഒരു വിഭാഗത്തിന്റെ മുഖം അതാ പടച്ചവന്റെ കോടതിയിൽ കരുവാടിച്ച് കറുത്തു പോകുന്നു. ആര മുഖമാണ്? ഇബ്നു അബ്ബാസ് തങ്ങൾ തഫ്സീർ പറയുന്നു, പിഴവും പുത്തൻവാദവുമായി നടക്കുന്നവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. അതേ, അവരോട് ചോദിക്കുകയാണ്, അകഫർതും ബഅദ ഈമാനികും ഫദൂഖൂ ബിമാ കുൻതും തക്ഫുറൂൻ. നിങ്ങൾ മുമ്പ് സുന്നികളായിരുന്നില്ലേ? ഈമാൻ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ചിലപ്പോ പണം കണ്ടിട്ട് അല്ലെങ്കിൽ വിവരക്കേട് കൊണ്ട് നിങ്ങൾ കഴിച്ച് അങ്ങനെ ഈമാനെന്ന് പുറത്തു പോയതല്ലേ? അതുകൊണ്ട് അതാ ശിക്ഷ രുചി നോക്കിക്കോളൂ എന്നവരോട് പറയുന്നൊരു ഘട്ടമുണ്ട്. അതേ സമയത്ത് മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ ഫീ റഹ്മത്തില്ലാഹി ഹും ഫീഹാ ഖാലിദൂൻ. അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ് നബിയേ, പടച്ചവന്റെ കാരുണ്യമുള്ള സ്വർഗത്തിലാണ് നബിയേ. ഹും ഫീഹാ ഖാലിദൂൻ. അത് 100,000 കൊല്ലമല്ല, കോടി കൊല്ലമല്ല, തീരാത്ത കാലം അവരാ സ്വർഗത്തിലാണ് നബിയേ. ഖുർആൻ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിച്ച് കൃത്യമായി നിസ്കരിച്ച് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണമെന്നും എന്നോട് നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.